മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ ജയിലിൽ വെച്ച് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. സുഗതന്റെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി, എന്തായാലും ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ടോ? ടോം, ഇന്ന് കോടതിയിൽ ചില നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിരുന്നു. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ നടത്തേണ്ടതുണ്ട് എന്ന് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടതായിരുന്നു സുഗതൻ ആ കോടതിയിലേക്ക് എത്തുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് ജയിലിൽ വെച്ച ഇതിനുള്ള സൗകര്യം ഒരുക്കാമെന്നതായിരുന്നു. കാരണം കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. മറ്റ് 2 കേസുകളിൽ ഇയാൾക്ക് കീഴ്ക്കോടതികൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൽ വളരെ നിർണായകമായൊരു വ്യവസ്ഥയുണ്ട്. ഈ കാപ്പ കേസ് സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കാരണം അത് ആ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതിനെ അനുസരിച്ച് മാത്രമായിരിക്കും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുക എന്ന് കീഴ്ക്കോടതിയും വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതി ഇതിപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ, രാവിലെ പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ കോടതി സർക്കാർ അഭിഭാഷകനോടക്കം ചോദിച്ചിരുന്നു. ഈ കേസ് ഇത് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ആ കേസല്ല, ഇതുമായി ബന്ധപ്പെട്ടതാണോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഇയാളെ വിട്ടയച്ചുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുകയില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. ഈ കാപ്പ പ്രകാരം ചുമത്തിയിരിക്കുന്ന ഒരു കേസാണ്. അതിൽ ഇങ്ങനെയൊരു വ്യവസ്ഥ, പുറത്തേക്ക് പോകാനുള്ളൊരു വ്യവസ്ഥയെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഇതിൽ ജയിലിനകത്ത് അതിനുള്ള സൗകര്യം ഒരുക്കാം, അത് മാത്രമേ നിർവാഹമുള്ളൂ എന്ന രീതിയിലേക്കാണ് കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഏതായാലും കോടതി അതിന് അനുമതി നൽകുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അക്രഡിറ്റഡായ സർക്കാർ അംഗീകൃത മാധ്യമപ്രവർത്തകരെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കണം. കാരണം ഇത് സത്യപ്രതിജ്ഞ ഇങ്ങനെ നടക്കുന്നു എന്നത് അറിയട്ടെ എന്നതാണ് കോടതി പറയുകയും ചെയ്തത്. അപ്പോൾ ഇതിനുള്ള സൗകര്യം നാളെ 11 മണിക്ക് സൗകര്യം ഈ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുണ്ട്. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ ഇവിടെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. അക്രഡിറ്റഡായ മാധ്യമപ്രവർത്തകരെ ഇത് BJPയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് കോടതിയുടെ നടപടി. പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷം മാത്രമുള്ള ഒരു ഭരണസമിതി, അതായത് സുഗതന്റെ സത്യപ്രതിജ്ഞ ഒരുപക്ഷെ റദ്ദാക്കുകയും സുഗതൻ അയോഗ്യനാകപ്പെടുകയോ മറ്റോ അങ്ങനത്തെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലൊരു കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത BJPയെ സംബന്ധിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പോലും വലിയ വെല്ലുവിളിയായിരുന്നു. നേരത്തെ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയതാണ്. BJPയെ ഭരണസമിതിയെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എന്ത് നീക്കവും ഉണ്ടാകുമെന്ന്. ഒരുപക്ഷെ CPM കൃത്യ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ പോലും വലിയൊരു ആശങ്ക BJPയെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനിടെ എന്തായാലും രാഷ്ട്രീയപരമായി BJPക്ക് ഇതൊരു ആശ്വാസകരമല്ലേ ഹൈക്കോടതിയുടെ നടപടി? തീർച്ചയായും ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലൊരു പ്രതിസന്ധിയാണ് BJP അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. അതൊരു രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് വലിയ വിഷയങ്ങളാവുകയും ചെയ്തു. ആദ്യമായിട്ട് ഇതൊരു കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തു, അതും തലസ്ഥാനത്ത് അധികാരത്തിലേക്കുമ്പോൾ പൊടുന്നനെ ഇത്രത്തോളം ഈ അയോഗ്യരാക്കപ്പെടുക, സത്യപ്രതിജ്ഞ ചെയ്ത കാര്യങ്ങളിലൂടെ അയോഗ്യത കൽപ്പിക്കപ്പെടുക, അതിലൊരാൾ കാപ്പ കേസിൽപ്പെട്ട് ജയിലിനകത്തേക്ക് പോവുക, ഇതെങ്ങനെ ഈ ഒരു പ്രതിസന്ധി മറികടക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുന്നു എന്നതും ഇപ്പോൾ ഭൂരിപക്ഷം കുറയാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും എല്ലാം തന്നെ BJPക്ക് കുറേ അധികം ആശ്വാസം നൽകുന്ന വസ്തുത തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ടോം ഒന്നുകൂടി ചേർക്കുന്നു, ഇതിലെ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ഇന്ന് പരാമർശിച്ചപ്പോൾ ചില കാര്യങ്ങൾ കൂടി കോടതി സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഈ രീതിയിൽ അയോഗ്യത കൽപ്പിക്കപ്പെടുമ്പോൾ അത് ചില വർഗീയ ചുവയുള്ള പരാമർശങ്ങളുമായി ചേർത്തുകൊണ്ട്
ചില ഓൺലൈൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് വളരെ തെറ്റായ സന്ദേശം നൽകുന്ന നടപടിയാണ്. ഇത് ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലേക്കാണ് എന്നതുകൂടി കോടതി പറയുകയുണ്ടായി. ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം അത് ഒരു മതപരമായ രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ചിലരെങ്കിലും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ആശങ്കയുണർത്തുന്നതാണെന്ന് കോടതി നീതിപീഠമടക്കം പറയുന്നു. കാരണം ആ ഒരു സാഹചര്യത്തിലേക്കെല്ലാം ഈ ഒരു രാഷ്ട്രീയപരമായ അപ്പുറത്തേക്ക് ഇത്തരം സാഹചര്യങ്ങൾ പോയി എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും BJPക്ക് ആശ്വാസമാകുന്ന ഒരു നടപടികളിലേക്ക് പോകുന്നു. അത് BJPക്ക് ഒരു രാഷ്ട്രീയപരമായ ഒരു സമാശ്വാസം നൽകുന്ന നടപടിയാണ്. അതുകൊണ്ട് നാളെ 11 മണിക്ക് വിയൂർ സെൻട്രൽ ജയിലിന് അകത്ത് വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട BJP കൗൺസിലറെ സത്യപ്രതിജ്ഞ നടക്കും. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.